യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ അമേരിക്ക ചർച്ച പരാജയപ്പെട്ടുവെന്ന വാർത്ത. ഭൂമി കൈമാറ്റ വിഷയത്തിൽ ചർച്ചയിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയതോടെ ഈ ചർച്ച പരാജയപ്പെട്ടു എന്നുള്ള സന്ദേശം ലോകത്തിന് ലഭിച്ചു. അമേരിക്കൻ മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന് വലിയ പ്രതീക്ഷയായിരുന്നു പുടിനെ കൊണ്ട് സമ്മതിപ്പിച്ചപ്പോൾ ലോകത്തെ സമാധാന കാംക്ഷിയുടെ കുപ്പായത്തിലേക്ക് വളരെ പെട്ടെന്ന് കയറാമെന്ന്. പക്ഷേ കുപ്പായം കീറിയോ? മോർണിംഗ് എസ്കെൻ, കുപ്പായം കീറിയില്ല, പക്ഷേ അല്പസമയം കൂടുതൽ എടുക്കുമെന്നാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ കാണുമ്പോൾ തോന്നുന്നത്. തന്നെയുമല്ല എസ്കെൻ, ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഈ ചർച്ചകൾക്ക് ആദ്യ റൗണ്ടിൽ ഡൊണാൾഡ് ട്രംപ് സാധാരണ ഉപയോഗിക്കുന്നത് സ്റ്റീവ് വിറ്റ്കോഫിനെയും ട്രംപിന്റെ തന്നെ മരുമകൻ ജാരഡ് കുഷ്ണറെയുമാണ്. ഇരുവരുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ആണ് രണ്ടുപേരും. പിന്നീടാണ് ഈ ട്രംപിന്റെ ഈ ടീമിലേക്ക് ഈ സ്റ്റീവ് വിറ്റ്കോഫ് എത്തുന്നത്. ഹമാസ് ഇസ്രയേൽ വിഷയത്തിലും ഈ രണ്ടുപേരായിരുന്നു ആദ്യ റൗണ്ടിൽ ഇടപെട്ടത്. ഇപ്പോൾ ഇരുവരും മോസ്കോയിലെത്തി വ്ളാദിമിർ പുടിനുമായി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തി. ഏകദേശം 5 മണിക്കൂറോളം ഈ ചർച്ചകൾ നീണ്ടു. ഈ ചർച്ചകളൊക്കെ ഫലപ്രദമായിരുന്നു. പക്ഷേ ഒരു ധാരണയിലൊന്നും എത്തുവാൻ സാധിച്ചില്ലെന്നാണ് പുടിന്റെ ഉപദേഷ്ടാവ് യൂറി യുഷ്കോവ് ഈ ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത്. ഇതിന്റെ കാരണം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 28 പോയിന്റ് പാക്കേജ് വെട്ടിച്ചെറുതാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളോട് വലിയ ദേഷ്യമാണ് പുടിന്റെ വാക്കുകളിൽ ഈ ചർച്ചകൾക്ക് മുമ്പ് തന്നെ അത് പ്രകടമായിരുന്നു. സമാധാനത്തിന് തടസ്സം നിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർ ഒരു പക്ഷം ചേർന്നാണ് സംസാരിക്കുന്നത്. റഷ്യയുമായി ഒരു യുദ്ധത്തിന് മുതിർന്നാൽ നല്ല രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പുമൊക്കെ പുടിൻ ഈ ചർച്ചകൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ നല്ല രീതിയിൽ പോയി എന്നാണ് വൈറ്റ് ഹൗസ് പ്രതികരിച്ചത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാർലിൻ ലെവിറ്റാണ് പതിവ് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകൾക്കിടയിൽ ഈ യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ റഷ്യയുമായിട്ടുള്ള ചർച്ചകളിലുള്ള അമേരിക്കയുടെ ഈ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. എസ്കെൻ, യുക്രൈന്റെ ഏതാണ്ട് 1/5 ഭൂമിയുടെ നിയന്ത്രണം, അതുപോലെ അവരുടെ സൈന്യം 6 ലക്ഷമായി കുറയ്ക്കുക, നേറ്റോയിലേക്ക് ചേരുവാനുള്ള അവരുടെ മോഹങ്ങൾ ഉപേക്ഷിക്കണം എന്നീ വിഷയങ്ങളിലൊക്കെയാണ് റഷ്യയുടെ കടുംപിടുത്തം ഇപ്പോഴും തുടരുന്നത്. എസ്കെൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തുമ്പോൾ യുക്രൈൻ വിഷയം തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. അമേരിക്കയുമായിട്ടുള്ള തീരുവ വിഷയം വരും. അതുകൊണ്ട് തന്നെ മാറുന്ന ഒരു ലോകക്രമത്തിന്റെ ഒരു സാധ്യതയും അമേരിക്കയുടെ മേലും ഡൊണാൾഡ് ട്രംപിന്റെ മേലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും നാളെ ഇന്ത്യയിൽ ഡൽഹിയിൽ നരേന്ദ്രമോദി വ്ളാദിമിർ പുടിനുമായിട്ട് നടക്കുവാൻ സാധ്യത. എസ്കെൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.